എങ്കിലും സംഖ്യ അങ്ങനെയും കൊണ്ടുവരാം. കാരണം അവർക്ക് ഇവിടെ തന്നെ വന്ന് സംസ്കരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. അങ്ങനെ വരുന്നവർ മിക്കവരും അതിനുള്ള ഫീസ് കൊടുക്കാനും തയ്യാറായിരിക്കും. ആ വരുമാനം കൊണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള സാധ്യതയും കൂടെ, വൃക്ഷം നിങ്ങളൊരു വലിയ ഒരു സ്മൃതിവനം പോലെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? സ്ഥലമുണ്ടോ അവിടെ? ഉണ്ട്. ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ഈ എല്ലാ വർഷവും ഉണ്ട്. കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് വൃക്ഷത്തൈകൾ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പൊക്കെ പറഞ്ഞ വെക്കലുണ്ട്, സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കായിരുന്നില്ല. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഉള്ളതുകൊണ്ട് മറ്റത് എല്ലാ കൊല്ലം വെക്കലുണ്ട്, പക്ഷെ തൈ ഉണ്ടാകില്ല എന്നൊരു പ്രശ്നം പൊതുവായിട്ടുണ്ടല്ലോ. അപ്പോൾ തൊഴിലുറപ്പുള്ളത് കൊണ്ട് നമുക്ക് കുറെ പരിപാലിക്കാൻ കഴിഞ്ഞു. ഈ വർഷവും പുതുതായിട്ട് നമ്മളതിന് നല്ല കാര്യമാണ്. നെൽകൃഷി മേഖലയിൽ നിങ്ങൾ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തതിൽ അഭിമാനിക്കുന്നു. ഞാനും അതിൽ സന്തോഷിക്കുന്നു. പക്ഷേ അതിൽ നിങ്ങൾ പറയുന്ന കീടനാശിനി ഉപയോഗിക്കാത്തതുകൊണ്ട് മാത്രം ഒരു നെല്ലിന് ജൈവ നെല്ലിനും ആകില്ല. ജൈവ അരി എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കേഷൻ കിട്ടിയാലേ പറ്റൂ. കാർഷിക മേഖലയിലെ കൃഷിക്കാരന് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭ്യമാക്കുന്നതിനുള്ള സംവിധാന സൃഷ്ടി വേണം. നിങ്ങളുടെ കാർഷിക മേഖലയിലെയും ഈ കുടിവെള്ള മേഖലയിലെയും മറ്റെല്ലാ മേഖലകളിലെയും ഞാനൊരു ആസൂത്രണം കാണുന്നു. ഒരു ആസൂത്രണത്തിൻ്റെ ഒരു മഹത്വം ഞാൻ ദർശിക്കുന്നു. പക്ഷേ കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആദായകരമായി വിറ്റ് കൂടുതൽ ലാഭം കൃഷിക്കാർക്ക് ലഭ്യമാകുന്ന കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. അഭിനന്ദനം. എനിക്ക് വളരെയധികം പരിചയമുള്ള സ്ഥലമാണ് തിരുവല്ലാമല, പലപ്പോഴും പോയിട്ട്. എനിക്ക് ഇതിലൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അവിടെ തരിശുഭൂമി 40 ഹെക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അത് കൃഷിയോഗ്യമാക്കിയത് 40% ഉള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. 40%. സർ, കഴിഞ്ഞ വർഷം 25 ഹെക്ടർ സ്ഥലമാണ് ഞങ്ങൾ തരിശ് കൃഷി എടുത്തത്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ തരിശ് കൃഷി നടത്തിയ ഒരു പഞ്ചായത്താണ്. മറ്റു ഭാഗത്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കാരണം അത് പ്രത്യേകിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ വലിയ രൂപത്തിൽ ഒരു ഹെക്ടറിന് 5 ടൺ എന്ന രൂപത്തിൽ നെല്ല് അവിടെ കൊണ്ടുവരികയും നിയമസഭാ സ്പീക്കർ അടക്കം ആളുകൾ പങ്കെടുത്തുകൊണ്ട് വലിയ ഉത്സവമായി അതിൻ്റെ ഈ വിളവെടുപ്പ് വരെ ഞങ്ങൾ നടത്തിയതാണ്. അല്ല, അപ്പോൾ ഇനിയും തരിശുഭൂമി അവിടെ ഉണ്ട്. ഇനി 15 ഹെക്ടറോളം ഉണ്ട്. അത് ഈ വർഷത്തെ ടാർഗറ്റ്. അതെന്താ വിഷയം എന്ന് പറഞ്ഞാൽ സാർ, അതിൻ്റെ ഉടമസ്ഥരൊന്നും ഇവിടെ ഇല്ല. ഈ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് അവർ വിദേശത്തും അവിടെയും പോയിരിക്കുക. ഞങ്ങൾക്ക് അതിനൊന്ന് ഒരു സമ്മതം കിട്ടാൻ ഒരു നിർവാഹവും ഇല്ല. ഇടപെടാൻ വഴിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ നമ്മൾ നേരിട്ട് കൃഷിയിൽ ഇറക്കിയാൽ അത് വേറെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ ഈ പ്രാവശ്യം വന്ന് അതിനകത്ത് സമ്മതം ചോദിച്ചിട്ടുണ്ട്. അവർ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കത്ത് തന്നെ അയച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് 15 ഹെക്ടർ കിട്ടുന്നത്. പഞ്ചായത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. എന്ത് തോന്നുന്നു? ഈ രാജ്യത്തിൻ്റെ മുന്നിൽ, ഈ പ്രഗത്ഭരായ ജഡ്ജസിൻ്റെ മുന്നിൽ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൻ്റെ വികസന കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. ആ സന്തോഷം നമുക്ക് മുഖത്ത് കാണാം കേട്ടോ. അപ്പോൾ ഇനി മാർക്സിലേക്ക് പോവാല്ലേ കണ്ണമാഷെ? എൻ്റെ മാർക്ക് 15-ൽ 13, 15-ൽ 12.5, 10-ൽ 8.5, 10-ൽ 7.5, 10-ൽ 8.5. തിരുവല്ലുവാമല ഗ്രാമപഞ്ചായത്തിന് 60-ൽ 50 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ നല്ല മാർക്സാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ സന്തോഷമായില്ലേ? അപ്പം എന്തായാലും ഇവരുടെ ഈ പദ്ധതികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് TVMA സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര തുടരുകയാണ്. അടുത്ത ഗ്രാമത്തിന്റെ വികസന കാഴ്ചകൾക്ക് മുമ്പായി നമുക്കെടുക്കാം ചെറിയൊരു ഇടവേള. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം
മാലിന്യമുക്തം. നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, എഴുത്തുകാരിയും സംസ്കൃത സർവകലാശാല അധ്യാപികയും സാമൂഹിക ശാസ്ത്ര ഗവേഷകയുമായ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ E. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിൽ 20 കോടി പ്രമേഹ രോഗികളുണ്ട്. കേരളത്തിൽ ഇത് 40 ലക്ഷത്തിലധികം വരും. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, മാനസിക സമ്മർദ്ദം തുടങ്ങി ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളുടെയും വിളനിലമായി കേരളം മാറിയിരിക്കുന്നു. ജനതയുടെ ആരോഗ്യം തന്നെയാണ് വികസനത്തിന്റെ അടിസ്ഥാനം. നമുക്ക് സ്വാഗതം ചെയ്യാം കൊല്ലം ജില്ലയിലെ തേവലക്കര ഗ്രാമപഞ്ചായത്തിനെ ഈ വേദിയിലേക്ക്. തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇന്നിവിടെ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ C. കമലാസനൻ, സെക്രട്ടറി ശ്രീ ഫ്രെഡി ഫെറിയാസി, PHC ഡോക്ടർ സൈജു ഹമീദ്, മെമ്പർ ശ്രീ I. ഷിഹാബ്, കൂടാതെ പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീമതി സിസ്ലി. തേവലക്കര ഗ്രാമപഞ്ചായത്തിനെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിന്റെ കിഴക്കേറ്റം സ്ഥിതി ചെയ്യുന്ന അഷ്ടമുടിക്കായലാൽ 2 വശം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് തേവലക്കര ഗ്രാമപഞ്ചായത്ത്. തേവലക്കര ഗ്രാമപഞ്ചായത്ത് പഴയ കാലത്ത് ദേവലോകക്കര എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു. ക്ഷേത്രങ്ങളാലും പള്ളികളാലും ചുറ്റപ്പെട്ട് അടുപ്പ് കൂട്ടിയോടെ കിടക്കുന്ന ഒരു സ്ഥലമായതിനാണ് ദേവലോകക്കര എന്ന് പേര് കിട്ടിയത്. അത് ലോപിച്ചാണ് തേവലക്കരയായത്. അതുപോലെ ബാരിസ്റ്റർ A. K. പിള്ളയുടെ ജന്മസ്ഥലം കൊണ്ടും സ്വദേശാഭിമാനി രാമകൃഷ്ണനുടെ മകളെ ബാരിസ്റ്റർ A. K. പിള്ള വിവാഹം കഴിച്ചുകൊണ്ട് തേവലക്കരയിൽ വന്ന് താമസിച്ചു എന്നുള്ളതും ഞങ്ങളുടെ അനുഗ്രഹീതമായ കാര്യമാണ്. തേവലക്കര ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം ഗ്രാമകാഴ്ചകളിലേക്ക്. ഓണാട്ടുകര കാർഷിക മേഖലയിൽ അഷ്ടമുടിക്കായലും കല്ലടയാറും ചേർന്ന് ഫലഭൂയിഷ്ടമാക്കിയ ദേവന്മാരുടെ ആലയമായ ദേവലോകക്കര. ഇത് തേവലക്കര ഗ്രാമപഞ്ചായത്ത്. തേവലക്കര ചകിരി കൊണ്ട് പിഴയ്ക്കണം എന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കുമാറ് കയർ വ്യവസായത്തിന്റെ കേന്ദ്രം കൂടിയാണിവിടം. കയറാട്ടുകളുടെ നിർത്താതെയുള്ള ശബ്ദമായിരുന്നു തേവലക്കരയുടെ വേഗവും താളവും. അഷ്ടമുടിക്കായലിന്റെ തീരത്തെ പഞ്ചായത്താണ് തേവലക്കര. മതത്തിന്റെ അതിർവരമ്പുകൾക്ക് അതീതമായി ക്ഷേത്രവും മോസ്കും പള്ളിയും തൊട്ടുരുമി നിൽക്കുന്ന ഇടം. മത്സ്യബന്ധനവും തേവലക്കരയിലെ ഒരു ഉപജീവന മാർഗമാണ്. രാജ്യത്തിനൊരു ധീര ദേശാഭിമാനിയെയും തേവലക്കര നൽകി. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് തേവലക്കര നൽകിയ ജ്വലിക്കുന്ന സംഭാവനയായിരുന്നു ബാരിസ്റ്റർ A. K. പിള്ള. സുസ്ഥിര വികസനത്തിനായി എന്തൊക്കെ പദ്ധതികളാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? തേവലക്കരയിൽ പാലിയേറ്റീവ് കെയർ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ ഗ്രാമത്തിനു വേണ്ടി ആരോഗ്യ ജാഗ്രത എന്ന പദ്ധതി തേവലക്കര ഗ്രാമപഞ്ചായത്ത് വളരെ വിപുലമായി നടത്തി വരുന്നു. ഫിഷ് ഹാർച്ചറി, വിയറ്റ്നാം മോഡൽ ഫിഷ് ഹാർച്ചറി നടപ്പാക്കി ഞങ്ങൾ ജൈവ കൊതുക് കുത്താടി നിവാരണത്തിന് ജൈവമാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ പ്രധാനമായും അവതരിപ്പിക്കുന്നത് ഏത് പദ്ധതിയാണ്? പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും ആരോഗ്യഗ്രാമത്തിൽ ജനങ്ങളുടെ ജാഗ്രത എങ്ങനെ വേണമെന്നും കൊതുക് കൂത്താടി നിർമ്മാർജ്ജനത്തിന് ജൈവ രീതിയിൽ ഞങ്ങൾ ഫിഷ് ആർച്ചറി നിർമ്മിച്ച് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതുമാണ്. ഈ പദ്ധതികളെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? വികസന ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങിയെത്താം. തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഈ കാണുന്നത്. വയോജനങ്ങൾക്കായി വിപുലവും സൗജന്യവുമായ ചികിത്സാ പദ്ധതികളാണ് തേവലക്കരയിൽ ഒരുക്കിയിരിക്കുന്നത്. വയോജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി തേവലക്കര ഒരു സാർവത്രിക മാതൃകയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്.